Hi friends, welcome to my channel Easy Maths with Sneha. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് arithmetic sequences കുറച്ച് tricky ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രോബ്ലം ഇതാണ്. In an AP, the ratio of the second term to the seventh term is 1/3. If the fifth term is 11, what is the 15th term? പ്രോബ്ലം കാണുമ്പോൾ കുറച്ച് lengthy ആണ്. പക്ഷെ നമുക്ക് ആകെ രണ്ട് ഫോർമുലാസ് ആണ് arithmetic progressionൽ മെയിൻ ആയിട്ടുള്ളത്. അത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കേ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ടേംസ് അല്ല, റേഷ്യോ ആണ്. രണ്ടാമത്തെ ടേമിലെ സെക്കൻഡ് ടേമും സെവൻത് ടേമും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 15th ടേം ആണ്. അപ്പോൾ ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് റേഷ്യോ ആണ്. സെക്കൻഡ് ടേമും സെവൻത് ടേമും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഏതാണ് ടേം എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിന്റെ ഓർഡർ നമുക്ക് അറിയാം അല്ലേ? ഫിഫ്ത്ത് ടേം ആണെങ്കിൽ അത് a+5d നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർത്ത് ടേം ആണെങ്കിൽ a+3d എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ സെക്കൻഡ് ടേമിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെക്കൻഡ് ടേമിൽ നമുക്ക് a+d എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? a+d ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ സെവൻത് ടേം എന്തായിരിക്കും? a+6d ആയിരിക്കും. അപ്പോൾ അതിന്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം, a+d ഡിവൈഡഡ് ബൈ a+6d. ഓക്കേ, ഇനി ഇതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1/3 ആണ്. അപ്പോൾ ഈക്വൽ ടു 1/3. ഇത്രയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യം. ഓക്കേ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് 3 × a+d യും 1 × a+6d. ഓക്കേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × a+d ഈക്വൽ ടു 1 × a+6d. ഓക്കേ, 3 × a+d എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3a + 3d ഈക്വൽ ടു 1 കൊണ്ട് ചെയ്യുമ്പോൾ സെയിം നമ്പർ ആണ് വരിക, a+6d. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നമുക്ക് a യുടെ ടേമിനെ ഒരു സൈഡിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, d യുടെ ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കേ, ഇവിടെ 3a ഉണ്ട്. ഈ a നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ എന്താവും? 3a - a ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു 6d ഉണ്ട്. 6d ലെഫ്റ്റ് സൈഡിലുള്ള 3d നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതെന്തായി? -3d. ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a കിട്ടും. റൈറ്റ് സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3d കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കേ, ഈ ഇക്വേഷൻ ഇവിടെ കിടന്നോട്ടെ. 2a = 3d. ഇനി നമുക്ക് അടുത്ത തന്നിട്ടുള്ള കാര്യം ഏതാണ്? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 11 ആണ് തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം കാണാൻ ഇക്വേഷൻ എന്താ വരിക? a+4d. ഫിഫ്ത്ത് ടേം ആണെങ്കിൽ a+4d ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 11. ഇത് നമുക്ക് a ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? a ഈക്വൽ ടു ഈ 4d നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? a ഈക്വൽ ടു 11 - 4d. ഇവിടെ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും, a ഈക്വൽ ടു 11 - 4d. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കിട്ടിയ ഇക്വേഷന്റെ ഇവിടെ ഒരു a ഉണ്ട് അല്ലേ? ഈ a ക്ക് പകരം ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ a യുടെ വാല്യൂ എന്ന് പറയുന്നത് 11 - 4d ആണ്. ഈ a യുടെ വാല്യൂ ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഓക്കേ, ഇവിടെ നമുക്ക് 2 ഉണ്ട്. 2 ഞാൻ അതുപോലെ തന്നെ എഴുതി. 2 × a യുടെ വാല്യൂ എത്രയാണ്? 11 - 4d. അപ്പോൾ a ക്ക് പകരം എന്ത് എഴുതി? 11 - 4d ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഞാൻ തന്നത് 3d ഉണ്ട്. അപ്പോൾ 3d നെ ഞാൻ അതേപോലെ തന്നെ എഴുതി. ഓക്കേ, ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് ഞാൻ. 2 × 11 22 minus 2 × 4 8 minus 8d equal to 3d. ഓക്കേ, ഈ -8d നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതെന്താവും? +8d ആവും. അപ്പോൾ 22 equal to 3d + 8d. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11d കിട്ടും അല്ലേ? ഈ 11 നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ × 11 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 11 ആവും. 22 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു d. 22/11 എത്ര വരിക? കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 2 വരും. അപ്പോൾ d യുടെ വാല്യൂ എത്രയാണ്? d ഈക്വൽ ടു 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് d ഈക്വൽ ടു 2.
ഓക്കെ, ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. d equal to 2. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th ടേം ആണ്. ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് വേണം, അതുപോലെ തന്നെ ഇന്നും കൂടി വേണം, ഫസ്റ്റ് ടേം കൂടി വേണം. പിന്നെ ഇത് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? ഈ d യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഇക്വേഷനിൽ d യുടെ വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പോൾ a equal to 11 minus d എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 4 into 2 ചെയ്യുമ്പോൾ എത്ര വരും? 8 വരും. 11 minus 8 equal to എത്രയാണ്? 3. അപ്പോൾ a യുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. a equal to 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 15th ടേം കണ്ടുപിടിക്കാം. 15th ടേം കാണാനുള്ള ഫോർമുല എന്താണ്? 15th ടേം കാണാൻ a plus 14d. a plus 14d. a യുടെ വാല്യൂ ഇവിടെ 3 ആണ്. 3 plus 14 into d യുടെ വാല്യൂ എത്രയാണ്? d യുടെ വാല്യൂ 2 ആണ്. d equal to 2. ഓക്കേ, അപ്പോൾ 3 plus 14 into 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. അപ്പോൾ 28 plus 3 equal to 31. അപ്പോൾ തന്നിട്ടുള്ള സീക്വൻസിന്റെ 15th ടേം എന്ന് പറയുന്നത് 31 ആണ്. ഓക്കേ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് പറയുന്ന സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സെക്ഷനായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും.